പാലക്കാട് വാണിയംകുളത്ത് നിന്നും കാണാതായ 3 അംഗ കുടുംബത്തെ ഷൊർണൂർ പോലീസിന്റെ അന്വേഷണ സംഘം കണ്ടെത്തി. കർണാടകയിലെ ചാമരാജ് നഗറിൽ വീടെടുത്ത് താമസിക്കുകയായിരുന്നു കുടുംബം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ 3 അംഗ കുടുംബം, അച്ഛനും അമ്മയും മകനും അടങ്ങുന്ന കുടുംബം എവിടെ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ. ഒരു ദിവസം വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം? നിലിമ, കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു പാലക്കാട് വാണിയംകുളം കൃഷ്ണകൃപയിലുള്ള ബാബു ഭാസ്കർ, അതുപോലെ തന്നെ ഭാര്യ രമാദേവി, മകൻ വിഷ്ണു ഭാസ്കർ എന്നിവരെ കാണാതാവുന്നത്. ഇവർ ബന്ധുക്കളോടും നാട്ടുകാരോടുമൊക്കെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇവരുടെ ഒരു വാഹനവും എടുത്ത്, പിക്കപ്പ് വാഹനവും എടുത്ത് പോവുകയായിരുന്നു. പിന്നീട് ബന്ധുക്കൾ പറഞ്ഞു അങ്ങനെ ഇവർ പറഞ്ഞ പോലെ ഒരു കല്യാണം തന്നെ ഇല്ല എന്നുള്ളത്. ഇതോടുകൂടി വലിയ രീതിയിൽ സംശയം ഉയരുകയായിരുന്നു. പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകി. ഷൊർണൂർ പോലീസ് അന്വേഷണം നടത്തി. ഒരാഴ്ച നീണ്ടുനിന്ന അന്വേഷണമായിരുന്നു. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇവരെ കാണാതാവുന്നത്. വീണ്ടും ഒരാഴ്ചത്തോളം പോലീസ് വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇവർക്ക് വേണ്ടി നടത്തി. ആദ്യഘട്ടത്തിൽ വീട്ടിൽ നിന്നും ഈ പിക്കപ്പ് വാഹനവുമായിട്ട് ഇവർ പുറത്തു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. പിന്നീട് ഒരു ദിവസം ഈ മലപ്പുറത്തുള്ള വഴിക്കടവ് ചുരത്തിൽ ഇവരുടെ പിക്കപ്പ് വാഹനത്തെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തുടർന്ന് ഈ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ച സമയത്താണ് ഈ പിക്കപ്പ് വാഹനം കർണാടകയിലേക്ക് കടക്കുമ്പോൾ 3 പേരും അതിലുണ്ടായിരുന്നതും. തിരിച്ച് ഉപേക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സമയത്ത്, ഈ വഴിക്കടവ് ചുരത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത് മകൻ വിഷ്ണു ഭാസ്കർ മാത്രമേ വാഹനത്തിലുള്ളൂ എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് കർണാടക കേന്ദ്രീകരിച്ച് വ്യാപകമായി തിരച്ചിലും പരിശോധനയും ഒക്കെ നടത്തിയതിനു ശേഷം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെയാണ് ഈ കുടുംബത്തെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കർണാടകയിലെ ചാമരാജ് നഗറിലുള്ള ഒരു ഭാഗത്ത് ഇവർ വീടെടുത്ത് താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീട് വിട്ടിറങ്ങി ഇങ്ങനെ വാഹനത്തേക്ക് വഴിയിൽ ഉപേക്ഷിച്ച് മറ്റൊരിടത്ത് മൊബൈൽ ഫോണുകൾ പോലും ഉപേക്ഷിച്ച് താമസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു വരികയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിൽ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായ ഉത്തരം പോലീസ് സംഘം പറഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ഈ കുടുംബത്തെ ഏതായാലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഷൊർണൂർ പോലീസ്. കർണാടകയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ അരുൺ, കുടുംബത്തെ കണ്ടെത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ഒഴിയുന്നില്ല. വരും മണിക്കൂറുകളിൽ ഇതിന്റെ ദുരൂഹത നീക്കാൻ പോലീസിന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.